ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ള കുറച്ച് പാക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് ടൈം നോക്കിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പാക്കിങ്ങിനായിട്ട് നമ്മൾ ഇന്നത്തെ പാക്കിംഗ് നോർമൽ സാധാരണ നമ്മൾ ആമ്പലിൻ്റെ പാക്കിംഗ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് കൊടുക്കുന്ന ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ പാക്കിങ്ങിലേക്കാണ്. നമ്മുടെ പീസ് ലില്ലിയാണ്. നമ്മൾ 90 രൂപ കൊടുക്കുന്ന പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിത് 3 പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പണ്ടൊക്കെ ഞാൻ ഈ ടൈമിൽ ക്ലാസ്സിന് പോകുന്ന ടൈമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. ഒരു എക്സാമിനായിട്ട് ലീവ് എടുത്തതാണ്. ഞാൻ റിട്ടേൺ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വന്നിരുന്ന് കുറച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ പീസ് ലില്ലിയുടെ പ്ലാന്റ് കാണിച്ചതാണ്. പിന്നെ നമുക്ക് റെയിൻ ലില്ലി ഇപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പോൾ റെയിൻ ലില്ലിയുടെ വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇതിലുള്ള പല റെയിൻ ലില്ലി ഉണ്ട്. ഇത് മാത്രമല്ല, ഏകദേശം ഇതുപോലെ ഇതിന് അത്യാവശ്യം നല്ല മണവും ഉണ്ട് കേട്ടോ, നല്ല സെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളതിലൊരു 40-50 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ റെയിൻ ലില്ലീസ് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇന്നത്തെ ഓർഡറിലില്ല. പിന്നെ നമുക്ക് അടുത്ത് ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള വേറെ പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ പേര് നമ്മുടെ പെന്നി വർട്ടാണ്. പെന്നി വർട്ട് പണ്ടൊരു സമയത്ത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ഒത്തിരി പേര് വാങ്ങാറുണ്ട്. ഇത് വീടിനകത്തൊക്കെ നമുക്ക് സെറ്റ് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നിറച്ച് പ്ലാന്റ് ക്രൗഡ് ആവും. ഇത് അവർ 2 പാക്കറ്റാണ് വാങ്ങിച്ചുള്ളത്. ഒരു പാക്കറ്റ് 50, ഒരു പാക്കറ്റ് അങ്ങനെ 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ് എടുക്കാം. പിന്നെ ഇതിൽ ബാൽസോ ഉണ്ട്. ബാൽസോസിന് വെള്ളത്തിൽ നമുക്കിട്ട് ബാൽസോ ഒക്കെ നമ്മൾ കട്ടിങ് ഉണ്ടായിരുന്നുള്ളൂ. ദിവസം കണ്ട. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ബാൽസോ ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ മതി. ആ 2 പ്ലാന്റിൻ്റെ 3 ഭാഗം എടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കുക. അതിന് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ താത്ത് കൊടുക്കുക. ഓക്കെ, വെള്ളത്തിൻ്റെ ഒരു ഇത് മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ പ്ലാന്റിൻ്റെ അടുത്ത് ഇവിടെ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പെന്നി വട്ട് 2 സെക്ഷൻ ഉണ്ട്. ആ 2 സെക്ഷനും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് നമ്മളതിൽ ഇങ്ങനെ ഓരോന്നിനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു 20 കൂടുതൽ പ്ലാന്റ് ആണ് ഒരു പാക്കറ്റിൽ. ഒരു പാക്കറ്റ് വെള്ളം വിടുന്ന സീന. ഒരു പാക്കറ്റ് 50 ആണ്. ഇതാ ഒരു പാക്കറ്റ് എടുത്ത് വെച്ചു. ഓക്കെ, അടുത്തൊരു പാക്കറ്റ് കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാൻ വാഷ് ചെയ്തില്ല. വാഷ് ചെയ്യുക മീൻസ് പ്ലാന്റിന് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അടിഭാഗത്തുള്ള ചെളിയുടെ അംശം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയാണ്. ഓക്കെ, അത് നമ്മുടെ പെന്നി വർക്ക് ഇത്രയേ ഉള്ളൂ പാക്ക് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ പാക്കിങ് പലർക്കും അറിയില്ല. സോ സാധാരണ നമ്മൾ ആമ്പലിൻ്റെ പാക്കിങ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ പാക്കിങ് വളരെ വിരളമാണ്. ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം ജസ്റ്റ് ഇതിനൊന്ന് ഒന്ന് വെള്ളത്തിലിട്ടെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വാട്ടർ പ്ലാന്റുകൾക്കുള്ള ഇങ്ങനെ പ്ലാന്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഈ കവർ ചെയ്യാറായി. ഓക്കെ, ഇതുപോലത്തെ 2 പാക്കറ്റ് നമ്മൾ ചെയ്യും. മീൻസ് നമുക്ക് ഫസ്റ്റ് ഈ നമുക്കിതിനകത്ത് ഇങ്ങനെ നമുക്ക് ഈ പ്ലാന്റ് ബാൽസോ വച്ചു കൊടുക്കാം. കാരണം ബാൽസോ അല്പം ഒരു തണുപ്പൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോലെ ബാൽസോ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ 2 പ്ലാന്റ്. ഈ പ്ലാന്റ്സിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ പ്രോത്താലസ് എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ്. നമ്മുടെ എന്തോ 10 മണിച്ചെടി, ആദ്യം 10 മണിച്ചെടിയും പിന്നെ നമ്മുടെ ഈ 3 പ്ലാന്റും കൂടെ നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ഓക്കെ, ഒരെണ്ണത്തിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. കാരണം ഇതെല്ലാം ആ ഒരു തണുത്ത അറ്റ്മോസ്ഫിയറിൽ ഇതിനകത്ത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു കവറിലേക്ക് ഇറക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പെന്നി വർക്ക് പ്ലാന്റ് ആണ്. അയ്യോ, മറ്റൊരു പ്ലാന്റ് തറ വിടുന്നു. ആ പ്ലാന്റിൽ തന്നെ എടുത്തിട്ടൊക്കെ നമ്മൾ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. മറ്റേ പൂവിൻ്റെയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് ഈ പ്ലാന്റ്. ഓക്കെ, സെറ്റ് ചെയ്തു. ഉള്ള വാൽസം വെച്ചു, മറ്റു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കടുത്ത് റെയിൻ ലില്ലി കുറച്ച് പാക്ക് ചെയ്യാം. റെയിൻ ലില്ലി നമുക്ക് ഇത് നോർമൽ ടൈപ്പാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ പിങ്ക്. ചിലരുടെ കയ്യിൽ കാണും, ചിലരുടെ കയ്ക്ക് ശരിക്കുള്ള നിറച്ച് നോർമലായിരിക്കും. നമുക്ക് ഇത് അത്യാവശ്യം ഉണ്ടാക്കി ആ പ്ലാന്റ് എടുത്ത് യെസ്, ഡബിൾ പാക്കിംഗ് ആണ്. ഡബിൾ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങനെ ഇറങ്ങില്ല. സോ ആ ഒരു പാക്കിംഗ് കഴിഞ്ഞു. ആ ഒരു പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നത് കണ്ടോ, ഇതിങ്ങനെ നമ്മളിതെടുക്കുക. ഇതിനെടുത്തതിന് ശേഷം കാരണം നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഇതിന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഐഡിയ ചെയ്യുമ്പോൾ നമുക്ക്
പെന്നി വാട്ടർ പ്ലാന്റ് കുഴപ്പമില്ല. പെന്നി വാട്ടർ പ്ലാന്റ് നമ്മൾ ഇവിടെ ഞാൻ മഹാരാഷ്ട്രയൊക്കെ അയച്ചിട്ടുണ്ട്. പെന്നി വാട്ടർ പ്ലാന്റ് വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ റെയിലില ഒരു 3-4 വെറൈറ്റി എടുക്കാനുണ്ട്. റെയിലിൽ എടുക്കാനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നല്ലോ. ഓക്കെ, നമുക്ക് റെയിനിൽ എടുക്കാം. റെയിനിൽ ഫസ്റ്റ് ഈ പ്ലാന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാവുന്ന നോക്കട്ടെ. എനിക്കത് ഓണല്ല, അപ്പോൾ എനിക്കറിയാൻ പറ്റും, നോക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് കാണാമല്ല. അപ്പം ഡിസ്റ്റൻസ് കൂടി പോയെന്നൊരു വിശ്വാസമല്ലേ. സോറി ഫ്രണ്ട്സ്, ഒന്ന് ക്ഷമിച്ചാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വെച്ചെടുക്കുന്നത് കുറച്ചുകൂടെ റിഫ്ലെക്റ്റ് ആവുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ ജസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ മണ്ണ് വീഴുന്ന എനിക്ക് അമ്മേരെ ഉടക്കി കിട്ടും. അതാണ് ഞാൻ ഇത് വെച്ച് ചെയ്യണത്. വലിയ കുഴപ്പം. കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യാം. എനിക്കത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഇനി ചെടിയെ ഒരുമിച്ച് പിടിക്കാം. ഒറ്റയ്ക്ക് പിടിക്കില്ല, ചിലപ്പോൾ കിട്ടില്ല നമുക്ക്. അതിൽ നിന്ന് 5 പ്ലാന്റ് എടുക്കണം. 5 പ്ലാന്റ് അല്ല, ഈ ഫോട്ടോ വെച്ച് നമ്മൾ പ്ലാന്റ് ഓക്കെ, കുറച്ച് പ്ലാന്റ് ഉണ്ട്. ഓക്കെ, കുറച്ച് കൂടുതൽ പ്ലാന്റ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, നമുക്ക് 5 പ്ലാന്റിന് നമ്മളത് ഏകദേശം 10 പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്നും കൂടുതൽ മണ്ണിൻ്റെ ആവശ്യമില്ല. ഇതാ ജസ്റ്റ് എടുക്കുക. കുടഞ്ഞ് കളയാൻ നിൽക്കില്ല നിങ്ങൾ മണ്ണ്, ആവശ്യമില്ലെന്ന് പറഞ്ഞ്. ഇനി അടുത്ത് ഒന്ന് നമുക്ക് വെള്ളത്തിലൊക്കെ അല്പമെന്ന് വെച്ചു. ഓക്കെ, അടുത്ത് വെച്ച പ്ലാന്റ് എടുക്കുന്നു. അടുത്ത് വെച്ചു. ഇനി നമുക്കിത് മഞ്ഞ വെറൈറ്റിയാണ്. മഞ്ഞയാണ് അത്യാവശ്യം നമുക്ക് റേറ്റ് വരുന്ന വെറൈറ്റി. ആമ്പലിൽ മഞ്ഞയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം മഞ്ഞയ്ക്ക് എല്ലാവർക്കും ഒരു മഞ്ഞ കളറിനോട് പ്രത്യേക താല്പര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് യെല്ലോ വെറൈറ്റിയാണ്. ഇടയ്ക്ക് ലാസ്റ്റിനെ ഇളക്കിയിട്ടുള്ള പ്ലാന്റാണ്. ജസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് മഞ്ഞ പ്ലാന്റ് എടുക്കാം. ഇത്രയും വലിയ പാത്രൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇവിടേക്ക് വീഴും. പപ്പയുടെ അടുത്ത് കേട്ടോ. അപ്പം നട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നട്ട് വയ്ക്കും. സാധനം കളയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പ്ലാന്റ് ഉണ്ട്. അതിന് വൈറ്റ് ഉണ്ട്. വൈറ്റ് എടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മളതിനുള്ള ഡെലിക്കേറ്റഡ് വേറൊരു വൈറ്റാണത്. ഈ ചെടി കൈ ഫുള്ള് ഇപ്പം കടിക്കും. ചൊറിയണം പ്ലാന്റ് ആയിരുന്നു, ആ കടി കളഞ്ഞു. ഓക്കെ, നമുക്ക് എത്ര മിനിറ്റ് ആയി നോക്കട്ടെ, അനുസരിച്ച് എനിക്ക് നിർത്തണം. ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യാറില്ല. ഓക്കെ, 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ ഈ പ്ലാന്റ് ഇളക്കാൻ വന്നു. അപ്പോൾ ഇപ്പോഴും ഞാനത് ഓർക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ കൈ കുറച്ച് വേണമെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പ്ലാന്റ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. വാവ്, lots of കരിങ്കൽ. 1 2 3. ഓക്കെ, 3 plants. Wow, white. ഓക്കെ, 3 plants വാക്കിയിട്ടുണ്ട്. പ്ലാന്റിനെ കുറച്ച് സ്പ്ലിറ്റ് ചെയ്താൽ വേണ്ടിയുണ്ട്. അവിടെ ഇരുന്നോ നോക്കട്ടെ. ഇല്ല,
കുറേ പേര് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കൊടുത്തില്ലേ പ്ലാന്റ്, കാരണം വീണ് പോകുന്നു പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പം വീണ്ടും കുറച്ച് വന്നുകൊണ്ടാണ് കൊടുത്തു തുടങ്ങിയത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഇവന്മാരുടെ പാക്കിംഗ് ആണ്. ഇതിൽ തന്നെ 2 പ്ലാന്റ് നിൽപ്പുണ്ട്. ഇതാ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിയാവും. ഓക്കെ ഓക്കെ, കൂടുതൽ മണ്ണ് വയ്ക്കേണ്ട, 2 പ്ലാന്റ് അങ്ങ് ഇരിക്കട്ടെ. കസ്റ്റമറിൻ്റെ പുഞ്ചിരിയാണ് നമ്മുടെ സന്തോഷം. ആമ്പലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് കേട്ട് ഒരാൾ എൻ്റെ ഒന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിനെന്ത് പറഞ്ഞു, മോനെ നീ പറഞ്ഞതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ അവർ എൻ്റെ അടുത്തുനിന്ന് ഇവിടേക്കുള്ള വേറെ കസ്റ്റമേഴ്സിനെയൊക്കെ വാങ്ങിച്ചപ്പോൾ അവരുടെ ഒരു തിരിച്ചുള്ള ഒരു പ്രോഗ്രസ്സും ഞാൻ അവർക്ക് കൊടുത്ത ആ ഒരു സന്തോഷവും വെച്ചിട്ട് അവരെന്നെ കമ്പയർ ചെയ്ത് ഞാൻ ഒരു വലിയ സന്തോഷത്തിലാണ് അതിലാ പറഞ്ഞത്. അവർക്ക് ഞാൻ ചെടി കുറേ അയച്ചൊക്കെ കൊടുത്തു. അല്ല പൈസക്ക് തന്നെ കണ്ടോ, വേരിയുണ്ടോ, ചെടിയുടെ വേരിയുണ്ടോ. ആകുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്. അല്ലാതെ ഇപ്പോൾ എടുത്ത് വെച്ച് ഞാൻ വച്ചതല്ല, അത് നമ്മൾ ഇരുന്ന പ്ലാന്റാണ്. അങ്ങനെ ഇത് കൂടുതൽ മണ്ണിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിക്കുമ്പോൾ നല്ല റേറ്റിലേക്ക് വേരി തന്നെ മതി. ഇത് കുറേ 3 പ്ലാന്റാണ് ഇവരിത് ഓർഡർ ചെയ്തത്. അതാണ് ഞാൻ 3 പ്ലാന്റ് എടുക്കുന്നത്. ഇനി ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഇത് പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെ പ്ലാന്റ് ഉണ്ട്, എല്ലാം ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. കുറേ കഴിക്കുമ്പോൾ എല്ലാവരും ഇത് ഇത്രയും മണ്ണ്, ഈ പ്ലാന്റൊക്കെ ഇത്രയും വേരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കില്ല. കൂടുതൽ മണ്ണൊന്നും വച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇത്ര മതി. ഓക്കെ, ഞാൻ തന്നെ ഒരു വിധമായിട്ട് സംസാരിച്ച് പാക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഷ്ടമാണ് നോർമൽ പാക്കിങ്ങിനെക്കാളും. അപ്പോൾ പാക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതൊക്കെ പോകുന്നത്. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷ. ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാൻ. ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് നമ്പർ 98 0 98 0 68 74. ദിസ് ഈസ് അരുൺ സാനി.